നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് 2024 നവരാത്രി ദിനത്തിൻ്റെ 4-ാം ദിവസമാണ്. അമ്മയുടെ ഇന്നത്തെ അവതാരം കൂഷ്മാണ്ഡ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രപഞ്ചം തീർത്തതാം ദേവി കൂഷ്മാണ്ഡേ നമിപ്പൂ ഞാൻ എന്നാണ് പറയുക. നമ്മളെല്ലാവരും നവരാത്രിയുടെ 4-ാം ദിവസമായ ഇന്ന് ആരാധിക്കേണ്ടത് ദേവി കൂഷ്മാണ്ഡയെയാണ്. ഇതിൽ കു, ഉഷ്മം, അണ്ഡം എന്നീ 3 പദങ്ങൾ കൂടിച്ചേർന്നതാണ് കൂഷ്മാണ്ഡ എന്ന നാമം. ഇതിൽ കു എന്നാൽ കുറവിനെയും ഉഷ്മം എന്നാൽ താപത്തെയും സൂചിപ്പിക്കുന്നു. ജഗദ്വിഷയകമായ അണ്ഡത്തെയാണ് 3-ാമത്തെ പദം സൂചിപ്പിക്കുന്നത്. സൂര്യമണ്ഡലം നിയന്ത്രിക്കുന്ന ദേവീഭാവമാണ് കൂഷ്മാണ്ഡ. ചുരുക്കി പറഞ്ഞാൽ സൃഷ്ടിയുടെ ഊർജം അണ്ഡത്തിൽ സൂക്ഷിച്ചവൾ എന്നാണ് ഈ അവതാരനാമത്തിന് അർത്ഥം. ആദിപരാശക്തിയായ ഈ ദേവീഭാവം തന്നിൽ നിന്ന് സകലതും സൃഷ്ടിച്ച ഒരു പ്രപഞ്ച സൃഷ്ടാവാണ്. എണ്ണിയാലൊടുങ്ങാത്ത ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിച്ച് ആ സൃഷ്ടിയുടെ ഓരോ ചലനങ്ങളും നിയന്ത്രിക്കുന്നതും അറിയുന്നതും ദുർഗാദേവിയുടെ ഈ ഭാവമാണ്. അമ്മയുടെ 7 കൈകളിൽ ആയുധങ്ങളും ഒരു കയ്യിൽ രുദ്രാക്ഷവുമായി കടുവയുടെ പുറത്ത് സഞ്ചരിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ ദുർഗാരൂപമാണ് കൂഷ്മാണ്ഡ എന്ന് മാത്രല്ല, പ്രപഞ്ച സൃഷ്ടാവും സൂര്യഭഗവാന്റെ ദേവതയുമാണ് കൂഷ്മാണ്ഡാദേവി. സൂര്യമണ്ഡല മധ്യത്തിൽ നിലകൊള്ളാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി കൂഷ്മാണ്ഡാദേവിയാണെന്നാണ് പറയുക. ദേവിയുടെ ശരീരം സൂര്യനെ പോലെ പ്രകാശപൂരിതമാണ്. ഉപാസകർക്ക് എല്ലാവിധ സിദ്ധികളും ഐശ്വര്യവും ദേവി നൽകുന്നു. അമ്മയുടെ 8-ാമത്തെ കയ്യിലുള്ള അക്ഷമാലയിൽ നിന്നും 8 സിദ്ധികളും 9 നിധികളും ഭക്തർക്ക് നൽകുന്നു എന്നാണ് പറയുക. ജാതകവശാൽ സൂര്യന്റെ അനിഷ്ടസ്ഥിതി മൂലം ദോഷം അനുഭവിക്കുന്നവർ ദേവിയെ കൂഷ്മാണ്ഡ ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നത് ദോഷപരിഹാരത്തിന് വളരെ വിശേഷമാണ്. സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവതയായതുകൊണ്ട് തന്നെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള പൂജയാണ് അമ്മയ്ക്ക് പ്രിയം. ദേവിയെ കൂഷ്മാണ്ഡ ഭാവത്തിൽ ശരണം പ്രാപിച്ചാൽ എല്ലാവിധ രോഗപീഠകളിൽ നിന്ന് മുക്തിയും ആയുസ്സും ആരോഗ്യവും സമൂഹത്തിൽ നല്ല സ്ഥാനവും കീർത്തിയും വിദ്യാഗുണവും എല്ലാം ലഭ്യമാകും എന്നാണ് പറയുക. അമ്മയെ കൂഷ്മാണ്ഡ ഭാവത്തിൽ പ്രാർത്ഥിക്കാനുള്ള മന്ത്രം എൻ്റെ കഥാപ്രേമികളോട് ഞാൻ പറയാം. അത് ഇന്നേ ദിവസം അർദ്ധരാത്രി 12 മണി കഴിയുന്നതിനുള്ളിലായി ദേഹശുദ്ധി വരുത്തി ഒരു 12 പ്രാവശ്യമെങ്കിലും നിലവിളക്ക് കത്തിച്ചു വച്ച് പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് മനസ്സോടുകൂടി അങ്ങോട്ട് ജപിക്കുക. സുരാ സമ്പൂർണ കലശം രുധിരാപുതമേവച ദധാന ഹസ്തപത്മാഭ്യാം കൂഷ്മാണ്ഡ ശുഭദാസ്തുമാ. ഈ മന്ത്രം ഒരു 12 പ്രാവശ്യെങ്കിലും ഇന്ന് അർദ്ധരാത്രി കഴിയുന്നതിനുള്ളിൽ മനസ്സോടുകൂടി അങ്ങോട്ട് ജപിക്കുക. ഈ മന്ത്രത്തിന്റെ അർത്ഥം കൈകളിൽ കമണ്ഡലുവും രക്തകലശവും താമരപ്പൂവും ഏന്തിയ കൂഷ്മാണ്ഡദേവിയായ അമ്മ എന്നെ വേണ്ടതുപോലെ അനുഗ്രഹിച്ച് എനിക്ക് നല്ല ബുദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യണേ എന്നാണ് സാരം. ഭക്തരുടെ ജീവിതത്തിലെ കഷ്ടപ്പാട് അകറ്റി ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്ന മൂർത്തിയാണ് ദേവി കൂഷ്മാണ്ഡ. പ്രപഞ്ച ഉത്ഭവത്തിന്റെ ആദിസ്വരൂപവും കാരണശക്തിയും ദേവിയാണ്. ആ സൃഷ്ടിക്ക് മുമ്പ് ദേവിയിൽ നിന്നും ഉത്ഭവിച്ചതായ ദിവ്യമായ പ്രകാശം സർവലോകങ്ങളിലും അങ്ങോട്ട് വ്യാപിച്ചു. പിന്നീട് ആ പ്രകാശം സർവചരാചരങ്ങളിലും പ്രവേശിച്ച് ശോഭിച്ച് അങ്ങോട്ട് തിളങ്ങി. മഹാതേജസ്വിനിയായ ദേവിക്ക് അഷ്ടഭുജങ്ങളാണ് ഉള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ഓരോ കൈകളിലുമായി അമ്മ എന്തൊക്കെയാണ് വച്ചിരിക്കുന്നത്? അതിൽ ഒരു കയ്യിൽ കമണ്ഡലു, മറ്റൊരു കയ്യിൽ ധനുസ്, മറ്റൊരു കയ്യിൽ ബാണം, മറ്റൊരു കയ്യിൽ പുഷ്പം,
മറ്റൊരു കയ്യിൽ അമൃതകലശം, മറ്റൊരു കയ്യിൽ ചക്രം, മറ്റൊരു കയ്യിൽ ഗദ, മറ്റൊരു കയ്യിൽ ജപമാല. ഇത്രയും ധരിച്ച് കടുവയുടെ പുറത്ത് ദേവി അങ്ങനെ പരിലസിക്കുന്നു. മഹിഷാസുരനെ നിഗ്രഹിക്കാൻ പാർവതി, സരസ്വതി, ലക്ഷ്മി എന്നീ ദേവതകൾ ചേർന്ന് ദുർഗാദേവിയായി രൂപം പൂണ്ട് 9 ദിവസം വ്രതം അനുഷ്ഠിച്ച് ആയുധ പൂജയിലൂടെ ശക്തി ആർജിച്ചുവെന്നതാണ് നവരാത്രിയുടെ ഐതിഹ്യമായി പറയപ്പെടുന്നത്. പാർവതീദേവി മഹേശ്വരനുമായുള്ള വിവാഹശേഷം ശിവശക്തി ഭാവത്തിലായ ഉമയാണ് കൂശ്മാണ്ഡ എന്നാണ് ഐതിഹ്യം പറയണത്. എന്തായാലും ഈ നവരാത്രി ദിനത്തിന്റെ 4ാം ദിവസത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമ്പദ് സമൃദ്ധിയും വിജയവും പുരോഗതിയും രോഗപീഠകളും ശത്രുദോഷങ്ങളും എല്ലാം അകറ്റി അമ്മ കൂശ്മാണ്ഡാദേവി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.